ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ജാഗോറിൻ്റെ, അതായത് നമ്മുടെയൊക്കെ വീട്ടിൽ കോമൺ ആയിട്ട് വരുന്ന ഏരിയയിൽ വരുന്ന കോമൺ വാഷ് ബേസിൻ ഉണ്ടാവും. അതായത് മെയിനായിട്ട് വരുന്ന മെയിൻ വാഷ് ബേസിന് കൊടുക്കുന്ന ടാപ്പിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ജാഗോറിൻ്റെ തന്നെ നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് ഹൈ ക്വാളിറ്റി തന്നെ അവർ ആ ജാഗോറിൻ്റെ തന്നെ പേര് നിലനിർത്തിക്കൊണ്ട് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണിത്. അത് ഏകദേശം MRP അതിനകത്ത് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 3000 രൂപയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ സീരിയൽ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. നിങ്ങൾക്കത് ഫുൾ കയറി അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇത് ശരിക്കും ജാഗുർ ആയതുകൊണ്ട് തന്നെ അവരുടേതായ ഒരു ക്വാളിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതിൻ്റെ പാക്കിങ് അവർ അത്രയും കെയർ ചെയ്തിട്ടാണ് അവർ സൂക്ഷിക്കുന്നത്. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും കേട്ടോ. അതിൻ്റെ കോട്ടണിലാണ് നമ്മൾ ഓരോ ടാപ്പും നമുക്ക് പൊതിഞ്ഞ് വരുന്നത്. കാരണം കസ്റ്റമറിൻ്റെ കയ്യിലെത്തുമ്പോൾ സമയത്ത് ഒരിക്കലും അതിൻ്റെ സ്ക്രാച്ചോ കാര്യങ്ങളോ വരാത്ത രീതിയിൽ അത്രയും പെർഫെക്ഷനായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ജാഗുറിൻ്റെ തന്നെ ആ ഒരു കോട്ടൺ മെറ്റീരിയൽ ചെറിയൊരു സഞ്ചി എന്ന് വേണമെങ്കിൽ പറയാം, അതിൻ്റെ അകത്ത് തന്നെ പൊതിഞ്ഞ് ക്ലിയർ ചെയ്ത്, അതായത് ഒരിക്കലും അതിൻ്റെ CPക്ക് സ്ക്രാച്ച് വരാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത്രയാണ് അതിൻ്റെ ത്രെഡ് കാര്യങ്ങൾ വരുന്നത്. നമ്മളിത് കൂടുതൽ യൂസ് ചെയ്യുന്നത് കോമൺ ഏരിയയിലുള്ള വാഷ് ബേസിനിലേക്കാണ് യൂസ് ചെയ്യുന്നത്. ഏകദേശം ഒരു 8 ഇഞ്ച് അല്ലെങ്കിൽ 10 ഇഞ്ച് ഹൈറ്റ് വരാവുന്ന രീതിയിലാണ് അതിൻ്റെ ഹൈറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമുക്കിത് കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഗ്രാനൈറ്റ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ വരുന്ന ടേബിൾ ടോപ്പ് വാഷ് ബേസിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ ഹൈറ്റ് കേട്ടോ, ഈ ഹൈറ്റിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന വാഷ് ബേസിനായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ടാപ്പ് സെലക്ട് ചെയ്യുന്നതിന് മുന്നേ ആദ്യമേ വാഷ് ബേസിൻ സെലക്ട് ചെയ്യണം. വാഷ് ബേസിനും ടാപ്പ് ഒന്നിച്ച് സെലക്ട് ചെയ്യണതാണ് ഏറ്റവും ബെറ്റർ. കാരണം ഇതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് വരുന്ന നിങ്ങൾ ഏരിയ കാണാൻ സാധിക്കും. ആ ലെങ്ത്ത് വരുന്ന ഏരിയ നമുക്ക് വാഷ് ബേസിൻ കഴുകുന്ന സമയത്ത് അതിൻ്റെ സെൻറ്ററിൽ അതിൻ്റെ വെള്ളം വരുന്ന രീതിയിൽ വേണം നമുക്കത് സെറ്റ് ചെയ്യാനായിട്ട്. അതല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സൈഡിൽ വെള്ളം വന്ന് വീണാൽ നമുക്കത് നന്നായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ കോമൺ വാഷ് ബേസിൻ എടുക്കുന്ന സമയത്ത് അതിൻ്റെ പുറത്തേക്ക് നിൽക്കുന്ന ലിവർ കണ്ടോ, ആ ലിവർ വാഷ് ബേസിനോട് ചേർത്ത് തന്നെ നമ്മൾ ടാപ്പ് വെച്ചാലും കറക്റ്റ് സെൻറ്ററിൽ വന്നിട്ട് വെള്ളം വീഴുന്ന രീതിയിൽ വേണം അതിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളും എടുക്കാനായിട്ട്. ഇതാണ് നമ്മൾ ഗ്രാനൈറ്റിൽ ഉറപ്പിക്കുന്ന ഭാഗം. അത്രയും ഭാഗം നമുക്ക് ലെങ്തി ഉണ്ട്. ആ ഗ്രാനൈറ്റിൽ ഉറപ്പിക്കാനുള്ള ഏരിയ ആണ്. ഇതാണ് വരുന്നത്. ഒരു 8 ഇഞ്ച് ഹൈറ്റ് നമുക്ക്, അല്ലെങ്കിൽ ഒരു 10 ഇഞ്ച് ഹൈറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഏറ്റവും തുമ്പ് വരുന്നുണ്ട്, അതിൻ്റെ ഏറ്റവും എൻഡ് വെള്ളം വരുന്ന ആ ഏരിയ വരുന്നുണ്ട്. ആ ഏരിയ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കർവ്, അതായത് ആംഗിൾ കറക്റ്റ് ചെയ്യുന്ന രീതിയിൽ, ആംഗിൾ കുറച്ചുകൂടി വൈഡ് ആക്കുന്ന രീതിയിലുള്ള ടാപ്പുകൾ നമുക്ക് കണ്ടാൽ, ഈ ഏരിയയാണ് ഞാൻ ഉദ്ദേശിച്ചത്. കണ്ടാൽ അതിൻ്റെ നെറ്റ് കൊടുത്തിരിക്കുന്ന ഈ ഏരിയ കുറച്ചുകൂടി ചരിവ് കൂടുതൽ, ആംഗിൾ കുറച്ചുകൂടി വൈഡ് ആയിട്ടുള്ള ആംഗിൾ ആണെങ്കിൽ നമുക്ക് അത്രയും കുറച്ച് തള്ളി നിന്നാലും, വാഷ് ബേസിൻ്റെ ഏരിയയിൽ നിന്ന് കുറച്ച് മാറി നിന്നാലും നമുക്ക് വെള്ളം വരുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് വാഷ് ബേസിൻ്റെ സെൻറ്ററിൽ കിട്ടാവുന്ന, അതായത് കറക്റ്റ് വേസ്റ്റ് കപ്പിളിങ്ങിൻ്റെ മുകളിൽ വീഴുന്ന രീതിയിൽ വെള്ളം വീണാൽ മാത്രമേ നമുക്ക് ശരിക്കും വാഷ് ബേസിൻ യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ടാപ്പുകൾ സെലക്ട് ചെയ്യുമ്പോൾ, വാഷ് ബേസിൻ്റെ ഏരിയയിലുള്ള ടാപ്പുകൾ സെലക്ട് ചെയ്യുമ്പോൾ വാഷ് ബേസിൻ സെലക്ട് ചെയ്തിട്ട് ടാപ്പ് അതിനുള്ള കറക്റ്റ് തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ ഒരുപാട് ടാപ്പ് വാഷ് ബേസിൻ്റെ അകത്തേക്ക് തള്ളി നിന്നാലും പ്രശ്നമാണ്. കാരണം നമ്മൾ കഴുകുന്ന സമയത്ത് നമ്മുടെ കൈയൊക്കെ തട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഏറ്റവും നല്ലതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിൻ്റെ കട്ടിങ്, അതായത് വെള്ളം വരുന്ന കട്ടിങ്ങിൻ്റെ ആ ആംഗിൾ കുറച്ചുകൂടി വൈഡ് ആയിട്ടുള്ള ആംഗിൾ സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. പിന്നെ ഇത് ഗ്ലോസി ഫിനിഷിങ് കാര്യങ്ങളെല്ലാം കൊണ്ട് ഒരു പ്രൊഫഷണൽ ലെവലിൽ തന്നെ നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ കോമൺ ഏരിയകളിൽ ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികൾ മുടക്കി വയ്ക്കുന്ന വീടുകളിലാണെങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ കോമൺ ഏരിയയിൽ ധൈര്യമായിട്ട് വിശ്വസിച്ച് വയ്ക്കാൻ പറ്റുന്ന പ്രൊഡക്ട്സ് തന്നെയാണ് ജാഗോർ. അതുപോലെ ഇനി കോമൺ വാഷ് ബേസിൽ വെക്കുന്നതിന്, അതായത് കോമൺ വാഷ് ബേസിൻ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അറിയണമെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ സാധിക്കും. അതായത് ടേബിൾ ടോപ്പ് ചെയ്യണോ, അല്ലെങ്കിൽ ഹാഫ് പെഡസ്റ്റൽ, ഫുൾ പെഡസ്റ്റൽ ചെയ്യണോ, അങ്ങനെ അതുമാത്രമല്ല നമുക്ക് ഗ്രാനൈറ്റ് ഇട്ടാണോ ചെയ്യേണ്ടത്, ഈ ഗ്രാനൈറ്റ് ചെയ്യുന്ന സമയത്ത് കൗണ്ടർ ടോപ്പ് അടിക്കുന്നത് മൾട്ടിവുഡ് ഇട്ട് വെച്ചിട്ടാണോ ചെയ്യേണ്ടത്, അങ്ങനെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ, എന്താണ് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് വീഡിയോ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതായത് മൾട്ടിവുഡ് വയ്ക്കുന്ന സമയത്ത് വെള്ളം വീണാൻ പ്രശ്നം കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ പ്ലൈവുഡ് വയ്ക്കുന്ന സമയത്ത് നമ്മുടെ കോമൺ വാഷ് ബേസിലെ ഏരിയകളിൽ നമ്മൾ പ്ലൈവുഡും വയ്ക്കുന്നതാണോ, അതല്ലെങ്കിൽ റെഡിമെയ്ഡായിട്ട് വരുന്ന പ്ലൈവുഡിൻ്റെയോ അതല്ലെങ്കിൽ റെഡിമെയ്ഡായിട്ട് വരുന്ന ക്യാബിൻ, അതായത് ടേബിൾ വാങ്ങിക്കുന്നതാണോ ഉത്തമം എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ അതിൻ്റെ ദോഷങ്ങൾ എന്താണ്, ഗുണങ്ങൾ എന്താണ്, ഫുൾ ഡീറ്റെയിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം നിങ്ങൾ പറയുന്ന, അതായത് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന ചോദ്യത്തിനും അതിന് ആൻസർ ആയിരിക്കും ഇരിക്കുന്നത്. നമുക്ക് അതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.